ആദ്യം മിഠായി തെരുവിൽ വലിയ തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ രാത്രി 7:30 കഴിഞ്ഞിട്ടും ഈ ഒരു സമയത്തും വലിയ തിരക്കുണ്ട്. ആൾക്കൂട്ടം വലിയ സന്തോഷത്തിലാണ്. പർച്ചേസിംഗ് കഴിഞ്ഞ ആളുകളും ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സംസാരിക്കുന്ന ആളുകൾ പല ആളുകളും എല്ലാം വാങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഇത് ആസ്വദിക്കാൻ, ഈ മിഠായി തെരുവിലെ ഓണക്കാഴ്ചകൾ ആസ്വദിക്കാൻ വരുന്ന ആളുകളുമുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഉത്രാടപ്പാച്ചിലിന്റെ അവസാന മണിക്കൂറുകളിലാണ്. അപ്പോഴും ആളുകൾ ഇപ്പോഴും ആ തിരക്കിൽ തന്നെയാണ് ഉള്ളത്. നാളെ നേരം പുലരുമ്പോൾ തിരുവോണപ്പുലരിയിലേക്ക്. ഇപ്പോൾ എന്തായാലും ഈ കോഴിക്കോട് ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മഴ മാറി നിൽക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. മഴക്കാറുണ്ടായിരുന്നെങ്കിൽ പോലും ആളുകൾ പേടിച്ചിരുന്നു. പക്ഷേ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. മഴ ഒരിക്കലും കാലാവസ്ഥ പ്രതികൂലമായില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വളരെ സുഖമായി തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞോ? ചേച്ചി സാധനങ്ങളൊക്കെ വാങ്ങിയോ? ഓക്കെ ഓക്കെ. എന്തായാലും വലിയ തിരക്ക്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല അല്ലേ? വലിയ പ്രശ്നമൊന്നുമില്ല. ആളുകളൊക്കെ സമാധാനം, ഇന്ന് വലിയ ക്രൈമും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ വന്നത് മുതൽ ഇങ്ങനെ കാണുന്നതാണ്. ഈ വലിയ തിരക്കിനിടയിലും വലിയ രീതിയിൽ തന്നെ ആളുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രയാസങ്ങളൊന്നുമില്ല. ആളുകളെല്ലാവരും വലിയ നല്ല രീതിയിൽ, എന്തായാലും ഒരു ക്രിമിനൽ മനസ്സുള്ള ആളുകളൊന്നും ഇന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് നേരത്തെ സംസാരിച്ചപ്പോഴും ആ ഉദ്യോഗസ്ഥൻ നമ്മോട് പറഞ്ഞത്. എന്തായാലും ആളുകളൊക്കെ ഓണം മൂഡിൽ തന്നെയാണ്. എന്താണ് സാധനങ്ങളൊക്കെ വാങ്ങിയോ? നീ നല്ല പാട്ട് പാടുമല്ലോ. ഒരു ഓണപ്പാട്ട് പാടിയേ. ഏതെങ്കിലും ഒരു പാട്ട് പാടൂല? എന്താ വാങ്ങി? സാധനങ്ങൾ എന്തൊക്കെയാ വാങ്ങി? നാളെ എന്തൊക്കെയാ പരിപാടികള്? ഡ്രസ് വാങ്ങി, പിന്നെ ബാഗ് വാങ്ങിയോ? ഓണത്തിനാ? ഓണം കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കാണല്ലോ അല്ലേ? എന്തായാലും വലിയ സന്തോഷത്തിലാണ് എല്ലാവരും. പർച്ചേസിംഗിലാണ്. ചേച്ചി സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞോ? എവിടുന്നാ വരുന്നത്? ഖാദിയിലെ പണിയല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടി പോവാണ്. ഉത്രാടപ്പാച്ചിലാണ്. ശരി ശരി. എന്തായാലും വലിയ സന്തോഷത്തിൽ ആളുകൾ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി. ചേച്ചി എവിടുന്നാ വരുന്നത്? സാധനം വാങ്ങാൻ വേണ്ടി വന്നാണോ? ഓണം ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഓണം പൊളി മൂടല്ലേ? എവിടെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോ? വാങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും നല്ല സന്തോഷത്തിലാണ് ആളുകളെല്ലാവരും തന്നെ. ഇപ്പോൾ നമ്മൾ വന്നത് മുതൽ ഈ ഒരു ഒഴുക്ക് ഇങ്ങനെ കാണുക. നമ്മൾ മിഠായി തെരുവിൽ പല സ്ഥലങ്ങളിൽ നിന്നെങ്കിൽ പോലും ആളുകളുടെ ഈ ഒഴുക്ക് ഇങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിനൊരു ശമനം വന്നിട്ടില്ല എന്നാണ്. ആളുകളൊക്കെ വലിയ സന്തോഷത്തിൽ, വലിയ ഒരു തിരക്കിൽ. ഉത്രാടപ്പാച്ചിൽ ശരിക്കും കാണണമെങ്കിൽ നമ്മൾ മിഠായി തെരുവിൽ വരണം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ മിഠായി തെരുവും അതുപോലെ തന്നെ പാളയം മാർക്കറ്റും ഒന്നും ഇല്ലാണ്ട് ഈ കോഴിക്കോട്ടുകാർക്ക് ഓണം ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഓണത്തിന്റെ ശരിയായ വൈബ് അറിയണമെങ്കിൽ കോഴിക്കോട് ഈ പാളയം മാർക്കറ്റിലും അതുപോലെ മിഠായി തെരുവിലൊക്കെ വരണം എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എവിടെ പോയാലും ഓണത്തിന്റെ ഈ ഒരു വൈബ്, കോഴിക്കോടൻ വൈബ് എന്നാണ് നാട്ടുകാർ പറയുക. അത് വലിയ ഒരു സംഗതി തന്നെയാണ്. എന്തായാലും വലിയ സന്തോഷത്തിൽ. അതിൽ ജാതി മത പരിഗണനകളൊന്നുമില്ല. എല്ലാ ആളുകളും മനുഷ്യരായവരൊക്കെ കോഴിക്കോടുള്ളവരൊക്കെ ഓണാഘോഷിക്കുന്ന തിരക്കിലാണ്. എവിടുന്നാ വരുന്നേ? സാധനങ്ങളൊക്കെ വാങ്ങിയോ? എന്തായാലും ആളുകൾ വലിയ സന്തോഷത്തിലാണ്. സാധനങ്ങൾ, കച്ചവടക്കാർ, ഇന്നത്തെ കച്ചവടം എന്താ അവസ്ഥ? എങ്ങനെയുണ്ട്? അടിപൊളി. മഴയില്ലല്ലോ, നല്ല സാഹചര്യം അനുകൂലമാണ്. മഴയൊന്നുമില്ല. ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ്. രാവിലെ മുതൽ നിന്നിങ്ങനെ ആർത്ത് വിളിക്കല്ലേ, പണി സൗണ്ടൊക്കെ പോയി. ഇല്ല. ശരി അനീസ്. എന്തായാലും അനീസ് കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നാണ് ഓണ തലേന്ന് ഉത്രാടപ്പാച്ചിലിന്റെ വിശേഷങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.